നല്ലൊരു സമ്മാനം എങ്ങനെ കൊടുക്കാം? ഗിഫ്റ്റിംഗ് എറ്റിക്വറ്റ് ഇൻ മലയാളം. നമുക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സമ്മാനങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? ഇത്തരം സമ്മാനങ്ങൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാലോചിച്ചിട്ടുണ്ടോ? പൊതുവിൽ പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുക നമുക്ക് വില എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുമോ എന്ന് ആലോചിക്കും. പിന്നെ ചിലവരാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനം അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ആലോചിക്കും. നല്ല ഭംഗിയിൽ അത് പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ നന്നായി പാക്ക് ചെയ്ത് വാങ്ങുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് നല്ല പാക്ക് ചെയ്തൊക്കെ കൊണ്ടു കൊടുക്കും. നമ്മുടെ മുമ്പിൽ കുറേ ചോയ്സ് ഉണ്ടാവും എന്തൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത്. പിന്നെ അത് പാക്ക് ചെയ്ത് കിട്ടുമ്പോൾ നമ്മളത് കൊടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആവും ഉണ്ടാവുക അല്ലേ? പക്ഷേ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ കൊടുത്ത ഗിഫ്റ്റിന് പലപ്പോഴും അതിൻ്റെ ഒരു വില കിട്ടുന്നില്ല ചില സമയത്തൊക്കെ. അതെന്തുകൊണ്ടാണ്? ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. കാരണം നമ്മൾ സമ്മാനം കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ താല്പര്യമാണ്, നമ്മളുടെ ഇഷ്ടമാണ് എപ്പോഴും മുന്നിൽ കാണുക. നമുക്ക് ചിലപ്പോൾ നമ്മൾ നല്ല വിലയുടെ സാധനങ്ങൾ കൊടുക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ളത്. അത് നമ്മൾ കൊടുക്കുന്ന ആൾക്കത് ഉപകാരം ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും അറിയില്ല. നമ്മൾ നമ്മളുടെ ആ ഒരു ഇഷ്ടത്തിന് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ചിലപ്പോൾ വാങ്ങിക്കുന്ന ആൾക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കുക റിസീവ് ചെയ്യുന്ന ആൾക്ക് അത് ഉപകാരപ്പെടുന്ന ഒരു സമ്മാനമാണോ നമ്മൾ കൊടുക്കുന്നതെന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ പലപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ വാങ്ങാൻ ശ്രമിക്കും. ചിലപ്പോൾ അത് ഫാൻസി ഐറ്റംസ് ആയിട്ട് അവരുടെ ഷോക്കേസിൽ അത് ഇരിക്കുകയും ചെയ്യും. പക്ഷെ ചില സമയത്ത് ഫാൻസി ഐറ്റത്തിനേക്കാൾ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും കിട്ടുന്ന ആൾ വിചാരിക്കുന്നുണ്ടാവുക, ഇതായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ളത്. ചില ആളുകൾക്ക് നമ്മൾ പെർഫ്യൂമൊക്കെ സമ്മാനമായി കൊടുക്കും. പക്ഷെ ഒരു പ്രാവശ്യം പോലും പെർഫ്യൂം ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ ആ പെർഫ്യൂം നമ്മൾ കൊടുത്തത് വെറുതെ അവർക്ക് വേസ്റ്റാണ്. അല്ലെങ്കിൽ അവർ വേറെ ആർക്കെങ്കിലും അത് സമ്മാനമായിട്ട് കൊടുക്കും അല്ലേ? ഇനി സമ്മാനം വാങ്ങുമ്പോൾ നമ്മളൊന്ന് വൃത്തിയായിട്ടൊന്ന് പൊതിഞ്ഞാൽ മതി. കൂടുതലായിട്ട് ഷോ കാണിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊന്നും വെച്ച് പിടിപ്പിച്ച് പൊതിഞ്ഞ് അതിന് ഒന്ന് എന്താ പറയുക മോഡിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് കൊടുത്താൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും. അതിലൊരു ചെറിയൊരു നോട്ട് എഴുതി വെക്കുക, ഐ ആം താങ്ക്ഫുൾ ഫോർ വാട്ട് ദ ലവ് ഓർ ഐ ആം താങ്ക്ഫുൾ ഫോർ യുവർ ടൈം. ചില ആളുകൾ നമുക്ക് വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കില്ലേ? അപ്പോൾ അത്തരം ആളുകൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മൾ തിരഞ്ഞെടുത്ത് തന്നെ നോക്കി കൊടുക്കണം. കാരണം അവരുടെ ലൈഫിൽ അവരുടെ ജീവിതത്തിലെ സമയമാണ് നമുക്ക് വേണ്ടി തരുന്നത്. ഇനി നമ്മളൊരു സമ്മാനം സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഇഷ്ടം, നമ്മുടെ സ്റ്റൈൽ, അതുപോലെ നമ്മുടെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ചിന്തിക്കുക എന്നുണ്ടെങ്കിൽ സമ്മാനം സ്വീകരിക്കുന്ന ആൾ കൂടുതൽ സന്തോഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പോയിന്റ് അല്ലേ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഇഷ്ടവും അയാളുടെ ഇഷ്ടമൊക്കെ ഒന്ന് തന്നെയാണ്, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും നമ്മളുടെ ഇഷ്ടവും മറ്റുള്ളവരുടെ ഇഷ്ടമൊക്കെ വ്യത്യാസം തന്നെയാണ്. കാരണം ഓരോരുത്തരും ഓരോരോ ഡിഫറെൻറ്റ് വ്യക്തികളാണല്ലോ. അപ്പോൾ സമ്മാനം വാങ്ങുമ്പോൾ മറ്റൊരാൾ റിസീവ് ചെയ്യുന്ന ആൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ പോണത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. പിന്നെ കൂടുതലായിട്ട് ഫാൻസി ആയിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഒരു റാപ്പിംഗ് ഒക്കെ മതി. നല്ല ചിലവർക്ക് സന്ദേശങ്ങൾ അതിൽ നല്ല മെസ്സേജസ് എഴുതി വെക്കുന്നത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് അങ്ങനത്തെ രീതിയിലുള്ള സമ്മാനങ്ങളും അതിലൊരു മെസ്സേജും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ അപ്രോപ്രിയേറ്റ് അല്ലാത്ത അവർ ഉപയോഗിക്കാത്ത സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ ആ ആളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, അവരുടെ മാനറിസംസ് എങ്ങനെയാണ്, അതും കൂടി നമ്മുടെ മൈൻഡ്ഫുള്ളി ചിന്തിച്ചിട്ട് വേണം ഒരു സമ്മാനം വാങ്ങുമ്പോൾ. പിന്നെ ചിലർക്ക് സമ്മാനം എന്ന് പറയുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആവണമെന്നില്ല കേട്ടോ. ചിലവർക്ക് നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, ഇതൊക്കെ സമ്മാനമായിട്ട് കിട്ടിയാലും അവർക്കതൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ സമ്മാനം കൊടുക്കാൻ നേരം വൈകിയാലും നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അന്ന് എനിക്ക് തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പിന്നീട് കൊടുത്താലും സന്തോഷിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. പിന്നെ ചില ആളുകൾ നമ്മൾ പുസ്തകങ്ങളൊക്കെ സമ്മാനമായിട്ട് കൊടുക്കും. പിന്നെ പ്ലാനേഴ്സ്, ഇനിയിപ്പോൾ പുതിയൊരു ഇയർ വരെയല്ലേ, അപ്പോൾ നമ്മൾ ഇയർ പ്ലാനർ സമ്മാനമായിട്ട് കൊടുക്കാം. അതുപോലെ ഒരുമിച്ച് നമ്മൾ അനുഭവിക്കുന്ന സമയം, അതുപോലെ നമ്മുടെ നിമിഷങ്ങൾ, അതെല്ലാം സമ്മാനങ്ങളായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മളൊരു സമ്മാനം കൊടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നും തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചൊന്നും സമ്മാനം കൊടുക്കരുത് കേട്ടോ. നമ്മൾ നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി നല്ലൊരു സമ്മാനം കൊടുക്കാം.
അത് നമ്മൾക്ക് തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ സമയമായിട്ടോ വസ്തുവായിട്ടോ ഇതൊക്കെ തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ച് ആർക്കൊരു സമ്മാനം കൊടുക്കരുത്. ഞാൻ അവർക്കിത് കൊടുത്തു, അവരെനിക്കിതേ തന്നുള്ളൂ അങ്ങനെയൊക്കെ പറയണ ചില ആളുകളുണ്ടാവാം. അത് ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. നമ്മൾക്ക് ലൈഫിൽ ഇത്രയൊക്കെ കൊടുത്തിട്ടും അവനിങ്ങനെ തന്നുള്ളൂ, അവളിങ്ങനെ ഇങ്ങനെ തന്നുള്ളൂ എന്നൊക്കെ നമ്മളോട് പറയല്ലേ. പക്ഷെ അങ്ങനെയൊന്നും നമ്മളുടെ ഉള്ളിൽ പ്രതിഫലം അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത സാധനം അതിനേക്കാൾ നന്നായി റാപ്പ് ചെയ്ത് കിട്ടും അങ്ങനെയൊന്നും വിചാരിച്ച് കൊടുക്കരുത് കേട്ടോ. സമ്മാനം കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് കൊടുക്കാം. അതുപോലെ സമ്മാനം വാങ്ങുമ്പോൾ നമ്മൾ താങ്ക്ഫുള്ളി വാങ്ങുക. അവരോട് നമ്മുടെ ഒരു ഗ്രേറ്റ്ഫുൾനെസ്, നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവരോട് പറയാം. ആ സമ്മാനം ചെറുതാവട്ടെ വലുതാവട്ടെ, അവർ നമുക്ക് തരുന്ന സമയമാവട്ടെ, പ്രഷ്യസ് മൊമെൻറ്റ്സ് ആവട്ടെ, ഹാപ്പിലി ആ സമ്മാനം നമ്മൾ റിസീവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സമ്മാനം റിസീവ് ചെയ്തിട്ട് നമ്മൾ ഹാപ്പി ആണെന്ന് തന്ന ആളെ അറിയിക്കാം. നമ്മൾ സമ്മാനം വാങ്ങിയിട്ട് ചില ആളുകളുണ്ട് പുറകിൽ നിന്ന് കുത്തി വർത്തമാനം പറയും, അല്ലെങ്കിൽ നമ്മളോട് നേരിട്ട് തന്നെ പറയും, ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നൊക്കെ പറയും. അപ്പോൾ അത്തരം വാക്കുകൾ നമ്മൾ കൂടുതലായിട്ട് അല്ല പ്രയോഗിക്കേണ്ടെന്നേ. നമ്മളൊരാൾ സ്നേഹിച്ച് സന്തോഷത്തോട് തരുമ്പോൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അപ്പോൾ ഇപ്പോൾ ധാരാളം സമ്മാനങ്ങൾ ലഭിക്കുകയും നമ്മൾ കൊടുക്കുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇത്തരം മാനേഴ്സ് കൂടി നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് എല്ലാ റിലേഷൻഷിപ്പും എല്ലാവർക്കും നിലനിർത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ധാരാളം സമ്മാനങ്ങൾ കിട്ടട്ടെ, അതുപോലെ ധാരാളം സമ്മാനങ്ങൾ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.